ഹലോ ഗൈസ്, മൈൻഡ് ടോക്ക് വിത്ത് കാർത്തികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള 5 സൈക്കോളജിക്കൽ രഹസ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഇഷ്ടപ്പെടണം, ഞാൻ എവിടെ ചെന്നാലും സ്റ്റാർ ആയിരിക്കണം, എല്ലാവരും എന്നെക്കുറിച്ച് എപ്പോഴും ഓർക്കണം, സംസാരിക്കണം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ നടക്കാനുള്ള 5 സൈക്കോളജിക്കൽ രഹസ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത് പറയാനുള്ളത്, ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും നന്നായിരിക്കണം. നമ്മൾ ആരെ കണ്ടാലും ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിട്ട് തന്നെ കൊടുക്കണം. അതായത് ഒരാൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഒരു ചെറു പുഞ്ചിരി നമുക്ക് മുഖത്ത് ഉണ്ടാവണം. അതുപോലെ നമ്മൾ നല്ല ഡ്രസ്സിലായിരിക്കണം. വെൽ ഡ്രസ്ഡ് ഒന്നും പറയുന്നില്ല, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ല അലക്കി ഉണക്കി തേച്ച് ഒരു ഡ്രസ്സായിരിക്കണം. അതുപോലെ ഐ കോണ്ടാക്റ്റ് അവരുമായിട്ട് പുലർത്തണം. അതുപോലെ കാണുമ്പോൾ നമുക്കൊരു വിഷ് കൊടുക്കാം, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നന്നാക്കിയാൽ അവർ നമ്മളെ എപ്പോഴും ഓർത്തിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, നമ്മളിപ്പം ഒരു ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ നമ്മുടെ കൊളീഗ്സുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ലിസൺ ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമ്മളിപ്പം വളവള സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എൻ്റെ ഓഫീസിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ അങ്ങനെയാണ്, ഞാൻ ഇന്ന് വഴി കൂടെ പോയപ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ കണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കേൾക്കുന്നവർക്ക് അത് അത്ര ഭയങ്കര ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ സംസാരിക്കുന്ന കുറച്ച് സംസാരിക്കുക, കാര്യം മാത്രം പറയുക, എന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കുക. ആ മിണ്ടായിരിക്കുന്ന ഗ്യാപ്പിൽ ബാക്കിയുള്ളവർ സംസാരിക്കും. ആ മിണ്ടായിരിക്കുന്ന ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം, അത് നമ്മൾ മനഃപൂർവ്വം കൊടുക്കണം. അത് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ചിലവരുണ്ട് ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ ഞാനിന്ന് അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒരാളെ കണ്ടേ, അയാൾ ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ആ പറയുന്ന ആൾക്കുള്ള താല്പര്യം കേൾക്കുന്ന ആൾക്കാർക്ക് കാണത്തില്ല. അതുപോലെ ഇയാളൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ആയിരിക്കും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റുക കേട്ടോ. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുക, ആ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പം ആ വ്യക്തിയുടെ ശരീരഭാഷ എന്താണോ അതൊന്ന് അനുകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആ വ്യക്തി കൈയും കാലും ഒക്കെ ഇട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് കൈയൊക്കെ കെട്ടി ഓക്കെ ആണോ, ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ നമ്മളോട് സംസാരിക്കാനുള്ള താല്പര്യം കാണത്തില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളുമായിട്ട് സംസാരിക്കുന്നു, അയാൾ ചിലപ്പോൾ കൈയൊക്കെ കെട്ടിയായിരിക്കും സംസാരിക്കുന്നത്, ഭയങ്കര കോൺഫിഡൻറ്റ്, ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച്. നമ്മളും സെയിം ആറ്റിറ്റ്യൂഡ് പിടിച്ച് സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം പുള്ളിയുടെ ഇഷ്ടം അതാണ്. എല്ലാവരും സംസാരിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. നമ്മൾ ഓരോ വ്യക്തിയെയും നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം. ഇപ്പോൾ ഒരു കുഞ്ഞു വാവ മുതൽ വലിയ പ്രായമുള്ളവർ വരെ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. നമ്മൾ ഈ സൈക്കോളജിക്കലി പഠിക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് ഇത് ഇങ്ങനെയാണെന്ന് നമുക്കാണ് അറിയാവുന്നത്. പക്ഷെ അവരതിനെപ്പറ്റി ഒന്നും ബോധേഡല്ല, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വളവള. അപ്പോൾ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരുടെ ശരീരഭാഷ എന്താണോ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അനുകരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവർക്ക് പിന്നെ നമ്മളോട് ഭയങ്കര ഇഷ്ടം കൂടാനും ഒക്കെ ഈ ഒരു രീതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നാലാമത്തെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരുമായിട്ടാണോ സംസാരിക്കുന്നത് അവരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അതായത് അവർ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം അവരെ നമ്മൾ പ്രധാനപ്പെട്ടതായി കാണുക. അവരുടെ ആ ഒരു സംസാരത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. അവരെന്താണോ പറയുന്നത് അത് തീരുന്നവരെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നീടും അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ഒരു ഇഷ്ടം വരികയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ ആദ്യം ഓർക്കുകയും നമ്മളോട് വന്ന ആ പ്രശ്നം പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കും ഒരു സന്തോഷമായിരിക്കും, അവരെന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് ഞാൻ നല്ലൊരു ഫ്രണ്ടാണല്ലോ എന്നൊക്കെ ഒരു ഫീല് നമുക്കും ഉള്ളിൽ തോന്നും. അപ്പം അങ്ങനെ ഒരു പ്രവണത നിങ്ങൾ കാണിക്കുക, അത് നല്ലൊരു പോയിന്റാണ്. ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളോട് ആര് സംസാരിക്കാൻ വന്നാലും അല്ലെങ്കിൽ നമ്മൾ ആരോട് സംസാരിക്കാൻ പോയാലും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക.
കാമായിരിക്കുക, അതായത് ശാന്തമായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇത് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഇപ്പം നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം 30 പിള്ളേരുണ്ടെങ്കിൽ ടീച്ചറിന് ഒരു കുട്ടിയോട് മാത്രം ഒരിഷ്ടം കൂടുതലായിരിക്കും. അത് എല്ലാവർക്കും അറിയാം, ടീച്ചറിൻ്റെ പെറ്റാവൾ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ പെറ്റാവൻ എന്നൊക്കെ നമ്മൾ തന്നെ പറയും. പക്ഷേ ടീച്ചർ ഇത് സമ്മതിച്ചു തരത്തില്ല. ടീച്ചർ പറയാം എനിക്ക് എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെയാണ് ടീച്ചർമാർ പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ അറിയാം ഒരു കുട്ടിയോട് മാത്രം ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. കാരണം ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കും, എപ്പോഴും പോസിറ്റീവായിരിക്കും, എപ്പോഴും കാം ആൻഡ് ക്വയറ്റ്, എല്ലാ കാര്യത്തിലും കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയാണ്. മറ്റുള്ളവരെ ആ കുട്ടി ആ ടീച്ചറിനെ ആ കുട്ടിയിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് ടീച്ചറിന് ആ കുട്ടിയോട് ഇഷ്ടം കൂടുതൽ. അപ്പം നമ്മളും ആ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരുവാണെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയരുത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും നമ്മൾ ചെന്ന് പറയരുത് അവരോട്. അപ്പോൾ അവർക്കും ഒരു നെഗറ്റീവ് ആകും. പിന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ നെഗറ്റീവ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിലും നല്ലത് നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും നമ്മളോട് പിന്നെ മിണ്ടാനും സംസാരിക്കാനൊക്കെ ഒരു താല്പര്യം കൂടും. അപ്പോൾ ഈ രീതിയൊക്കെ ഒന്ന് നിങ്ങൾ ഇനിയുള്ള ഇതിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വലിയ മാറ്റം തിരിച്ചറിയാൻ പറ്റും. ഒരുപാട് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടും, നല്ല സുഹൃത്തുക്കളെ കിട്ടും. അതുപോലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു കാം ആൻഡ് ക്വയറ്റ്, പോസിറ്റീവ്, കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് മാറും. അപ്പം ഇതൊക്കെയാണ് ഈ 5 പ്രധാനപ്പെട്ട പോയിൻ്റാണ് സൈക്കോളജിക്കലി മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള 5 രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് നിങ്ങളുടെ ലൈഫിലൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.